ഓരോ വെക്കേഷൻ അല്ലെങ്കിൽ ഹോളിഡേയ്സ് വരുമ്പോഴും എങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആദ്യം ചിന്തിക്കുന്നത്. അങ്ങനെ ഈ പ്രാവശ്യം ഞങ്ങൾ പോകുന്നത് ജബൽ അക്തറാണ്. ഇതിന് മുന്നേയും പല പ്രാവശ്യം പോയിട്ടുള്ളൊരു സ്ഥലമാണത്. എന്നാൽ പോലും വീണ്ടും വീണ്ടും പോകാനും സ്പെൻഡ് ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. ഗൾഫിൽ പ്രത്യേകിച്ച് ഒമാനുള്ളവർക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ജബൽ അക്തർ. സീ ലെവലിൽ നിന്ന് 3000 അടി ഹൈറ്റിലാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെതറും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഗൾഫിൽ പൊതുവേ ചൂട് കൂടിയൊരു സമയമാണ്. ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ ഇവിടെ മാക്സിമം 50 ഡിഗ്രി വരെ ചൂട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഈ ജബൽ അക്തറിലെ ടെമ്പറേച്ചർ മാക്സിമം പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. ഇനിയിപ്പോൾ വിൻ്റർ ടൈമിലേക്കൊക്കെ വരികയാണെങ്കിൽ ഡിസംബർ ജാനുവരി സമയങ്ങളിലൊക്കെ ഇവിടെ 0 ഡിഗ്രിയാണ് ഇവിടുത്തെ തണുപ്പ്. അപ്പോൾ അത്രയും നല്ല അടിപൊളി ഒരു ക്ലൈമറ്റാണിത്. ഒമാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഭംഗി എന്ന് പറയുന്നത് തന്നെ ഇത്രയും ഹൈറ്റിലുള്ള ഈ മലനിരകൾ തന്നെയാണ് കേട്ടോ. ഈ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളോട് നമുക്ക് സഞ്ചരിക്കുമ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ഹൈറ്റുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ കാണാനും പോകാനും ഒക്കെ ഒരു പ്രത്യേക രസമാണ്. കാരണം അതിൻ്റെ മുകളിൽ ഒരുപാട് വില്ലേജും ടൗൺഷിപ്പും റിസോർട്ടും ഹോട്ടൽസും ഒക്കെ ഉണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളെന്ന് പറയുന്നത് ജബൽ അക്തറിനെ സംബന്ധിച്ച് ഫ്രൂട്ട്സിൻ്റെ ഒരു പറുദീസ തന്നെയാണെന്നായിട്ട് ഇവിടെ ഉള്ളവർ പറയുക. അതിൽ പ്രധാനമായിട്ടും ഗ്രീൻ ആപ്പിൾ ഉണ്ട്, പോംഗ്രാനൈറ്റ്, ഗ്രേപ്സ്, സ്ട്രോബെറി, റാസ്ബെറി, പെയർ, ആപ്രിക്കോട്ട്, പ്ലം, പീച്ച്, ഫിഗ്, പിന്നെ അതുപോലെ തന്നെ വാൾനട്ട്, ആൽമണ്ട്, ഇതൊക്കെ നമുക്കിവിടെ ധാരാളമായിട്ടും കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ വേറൊരു അട്രാക്ഷനാണ് റോസ് ഗാർഡൻ എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത് വിൻ്റർ കഴിഞ്ഞിട്ടുള്ള മാർച്ച് ടു മെയ് സമയങ്ങളിലാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റിയതായിട്ട് ഈ ഒരു ഒലീവ്സിൻ്റെ മരങ്ങളും അത് പൂത്ത് കായകളായിട്ട് നിൽക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സ്റ്റേ നമ്മൾ എടുത്തിരിക്കുന്നത് അനന്താര റിസോർട്ടാണ്. ജബൽ അക്തറിലെ ഏറ്റവും നല്ല റിസോർട്ടുകളിൽ ഒന്നാണ് കേട്ടോ ഇത്. ഒരുപാട് അട്രാക്ഷൻസ് ഇതിനകത്തുണ്ട്. ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹൈക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവരതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് നിങ്ങൾക്ക് ചെയ്തു തരും. ഇപ്പോൾ ഇൻഡോർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ബൈക്കിംഗ്, സൈക്ലിംഗ്, അതുപോലെ തന്നെ ഫിറ്റ്നസ്, യോഗ, മസാജ്, സ്പാ എല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ വേറൊരു അട്രാക്ഷനാണ് നമുക്ക് ഈവനിങ് എൻ്റർടൈൻമെൻറ്റ്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ കുക്കിംഗ് ക്ലാസ്സസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഇതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. The spearhead of the Spanish attack available out, you can see something deeper there, hoping to... അങ്ങനെ ഒരു ദിവസം സ്റ്റേ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ തിരിച്ച് റിട്ടേൺ പോവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.